ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഫെഡറലിസം ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ളൊരു സംവിധാനത്തെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പൊതുവെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് പ്രധാനമായിട്ടും നിരവധിയായ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോവുക, ബാക്കിയെല്ലാം തന്നെ സ്ലൈഡിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നായ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ്. കൂടാതെ ഇന്ത്യൻ ഭരണഘടന എന്നത് എഴുതപ്പെട്ടതും വളരെയധികം സുദീർഘവുമാണ്. അടുത്ത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചറായി പറയുന്നത് റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ വളരെ കർക്കശമായ ഒരു ഭരണഘടനയായിരിക്കും ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ ഉണ്ടാവുക എന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന താരതമ്യേന കർക്കശ സ്വഭാവമുള്ളതാണ്. എന്താണ് റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് വളരെ കർക്കശമായ ഒരു ഭരണഘടന ആയിരിക്കും ഈ ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ ഉണ്ടാവുക. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് താരതമ്യേന കർക്കശ സ്വഭാവമുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ഭേദഗതി ചെയ്യണമെങ്കിൽ 2/3 ഭൂരിപക്ഷമോ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പകുതിയോളം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കർക്കശമായ ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഭരണഘടനയും കർക്കശ സ്വഭാവം പുലർത്തുന്നുണ്ട്. അടുത്ത ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരം അവകാശങ്ങൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര അവകാശങ്ങൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവ പ്രധാനമായിട്ടും ഇവയെ യൂണിയൻ ലിസ്റ്റ് എന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെയൊക്കെ 3ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. അതായത് ഡിവിഷൻ ഓഫ് പവേഴ്സിന് ഇന്ത്യൻ ഭരണഘടനയിൽ, അതായത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഒരു ഫെഡറൽ സ്റ്റേറ്റിലുണ്ടായിരിക്കും. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചറാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നത്. അതുപോലെ തന്നെ റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന കർക്കശ സ്വഭാവം പുലർത്തുന്നുണ്ട്. പെട്ടെന്ന് അതിൽ ഭേദഗതി വരുത്താൻ സാധിക്കുകയില്ല. കൃത്യമായ നടപടിക്രമങ്ങളും ചട്ടക്കൂടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ അതിൽ ഭേദഗതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരം വിഭജിച്ച് നൽകിയിരിക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 ലിസ്റ്റായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് നമ്മൾ എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കി മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഏതാണ്ട് യൂണിയൻ ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഏകദേശം 97 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അതിന് കൂടുതലായിരിക്കാം. ഓക്കെ, അപ്പോൾ 97 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് പരിപൂർണ നിയമനിർമ്മാണ അധികാരം. ഓക്കെ, അതിൽ നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിൽ വരുത്താനുള്ള എല്ലാം തന്നെ കംപ്ലീറ്റ് അധികാരം യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. അപ്പോൾ നിരവധിയായ വിഷയങ്ങൾ ഈ യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അവ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ പ്രതിരോധം, അതുപോലെ തന്നെ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം എക്സെട്ര തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ ഈ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഏതാണ്ട് 97 വിഷയങ്ങളോളം ഇതിലുണ്ട്. ഓക്കെ, ഇതിൽ പരിപൂർണ ഫോറസ്റ്റൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പരിപൂർണ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിന് അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. രണ്ടാമത്തേതായിട്ട് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന നിയമനിർമ്മാണം എന്താണ് എന്നതിനെ പറ്റിയാണ്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാനുള്ള, അവരുടെ പ്രാതിനിധ്യമുള്ള, അവർക്ക് ഇടപെടാൻ കഴിയുന്ന ലിസ്റ്റാണ്, അവരുടെ അധികാരാവകാശങ്ങൾ വിനിയോഗിക്കുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 66 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് നിയമനിർമ്മാണ അധികാരം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിരവധിയായ കാര്യങ്ങൾ പെടുന്നുണ്ട്. അതായത് പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ പോലീസ് എക്സെട്ര തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതാണ്ട് 66 വിഷയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ,
ഇവ രണ്ടും കൂടാതെ മറ്റൊരു ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് ചോദിച്ചാൽ ഏതാണ്ട് 47 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ നിയമനിർമ്മാണ അവകാശമാണുള്ളത്. ഓക്കെ, എങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേധാവിത്വം കൺകറൻറ്റ് ലിസ്റ്റിലുണ്ട്. ഓക്കെ, അതായത് ട്രേഡ് യൂണിയന്, സോഷ്യൽ ഇക്കണോമിക് പ്ലാനിങ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ ഫീച്ചറാണ് ഒന്ന് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, രണ്ടാമത്തേത് റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്, മൂന്നാമത്തേതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, അപ്പോൾ നാലാമത്തേതാണ് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ഭരണഘടനാ മേധാവിത്വം അഥവാ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ സവിശേഷതയാണ്. ഓക്കെ, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഭരണഘടനയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. ഓക്കെ, കൂടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് തന്നെ ഭരണഘടനയാണ്. ഓക്കെ, അവർ അധികാരം വിനിയോഗിക്കുന്നത് അവരുടെ അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നതും ഭരണഘടനയാണ്. അപ്പോൾ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചറാണ്. അതുപോലെ തന്നെ ഭരണഘടനാ മേധാവിത്വം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫെഡറൽ സവിശേഷതയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഭരണഘടനയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് പ്രകാരം പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരത്തിൻ്റെ ഉറവിടം അവർക്ക് അധികാരം ലഭിക്കുന്നത് തന്നെ ഈ ഭരണഘടനയിലൂടെയാണ്. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചറായി പറയുന്നത് സുപ്രീമസി ഓഫ് ദി ജുഡീഷ്യറിയാണ്. അതായത് നീതിന്യായ വിഭാഗം ജുഡീഷ്യറിയുടെ മേധാവിത്വമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്, അതായത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഈ 2 വിഭാഗങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ശാഖയാണ് ജുഡീഷ്യറി. അതായത് വളരെ സ്വതന്ത്രവും അതുപോലെ തന്നെ നീതിയുക്തവുമായ നീതിന്യായ വ്യവസ്ഥ അഥവാ ജുഡീഷ്യറി ഒരു ഫെഡറൽ രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഇത് പ്രകാരം ഭരണഘടനയുടെ സംരക്ഷിതാവും ഭരണഘടനയെ വ്യാഖ്യാനിക്കുവാനുള്ള അധികാരവും ഇന്ത്യയിൽ സുപ്രീം കോടതിക്കാണ് ഉള്ളത്. ഓക്കെ, അതായത് വളരെ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു നീതിന്യായ വ്യവസ്ഥ ഒരു ഫെഡറൽ രാഷ്ട്രത്തിനുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ സംരക്ഷിതാവും ഭരണഘടനയെ വ്യാഖ്യാനിക്കുവാനുള്ള അധികാരവും സുപ്രീം കോടതിക്കാണുള്ളത്. കൂടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനും നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുവാനൊക്കെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ കേസൊക്കെ എടുക്കാം. അതുപോലെ തന്നെ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത, അതായത് ഇപ്പോൾ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറും കൊണ്ടുവരുന്ന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു നിയമത്തിൻ്റെയും അതായത് ലെജിസ്ലേച്ചർ നിയമങ്ങൾ നിർമ്മിക്കുന്ന എക്സിക്യൂട്ടീവ് വഴി നടപ്പിലാക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ നടപ്പിലാക്കുകയും നിർമ്മിക്കുകയും ശ്രമിക്കുന്ന ഏതൊരു നിയമത്തിൻ്റെയും ഭരണഘടനാ സാധുത, അതായത് ഒരു പൗരൻ്റെ അവകാശത്തെ ഹനിക്കാൻ സാധ്യതയുള്ള ഏതൊരു വിഷയത്തിൻ്റെയും ഭരണഘടനയെ സാധുത പരിശോധിക്കുവാനും വേണമെങ്കിൽ അത് തടയുവാനൊക്കെ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ കോടതിയുടെ ഒരു മേധാവിത്വം സുപ്രീമസി എന്നത് ഫെഡറൽ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ മാത്രമല്ല അത് സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചറാണ്. അടുത്ത ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡുവൽ പോളിറ്റിയാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ യൂണിയൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ മറ്റൊരു ഫെഡറൽ ഫീച്ചർ എന്ന് പറയുന്നത് ബൈക്കാമറൽ ലെജിസ്ലേച്ചറാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ അഥവാ 2 സഭകൾ ഉണ്ട് എങ്കിൽ അതിനെ ദ്വിമണ്ഡല സഭ അഥവാ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് 2 മണ്ഡലങ്ങൾ അഥവാ 2 സഭകൾ ഉണ്ട് എങ്കിൽ അതിനെ ദ്വിമണ്ഡല സഭ അഥവാ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു സഭയെ ഉപരിസഭ അഥവാ അപ്പർ ഹൗസ് എന്നും, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭ, ഓക്കെ, എന്നാൽ അതുപോലെ തന്നെ മറ്റൊന്നിനെ ലോവർ ഹൗസ് അഥവാ അധോസഭ അഥവാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ലോക്സഭ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ? ഒരു നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങൾ അഥവാ രണ്ട് സഭകളുണ്ട് എങ്കിൽ അതിനെ ദ്വിമണ്ഡല സഭ അഥവാ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സഭയെ ഉപരിസഭയെന്ന് അപ്പർ ഹൗസ് രാജ്യസഭ എന്ന്, അതുപോലെ തന്നെ മറ്റൊന്നിനെ ലോവർ ഹൗസ് ലോക്സഭ അഥവാ അധോസഭ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഉപരിസഭയെ രാജ്യസഭയെന്നും അതുപോലെ തന്നെ അധോസഭയെ ലോക്സഭയെന്നും വിളിക്കുന്നു. ഇത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയെ രാജ്യസഭ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാജ്യസഭയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്ഥിരം സഭയാണ്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. അതേസമയം അധോസഭയെ ലോക്സഭ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു ജനപ്രതിനിധി സഭയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫെഡറലിസം എന്നാൽ 2 തരം ഗവൺമെൻറ്റുകളുള്ളൊരു ഭരണ സമ്പ്രദായമാണ്. അതായത് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും പ്രാദേശിക തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ള ഒരു സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ഇന്ത്യക്ക് നിരവധിയായ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഒന്നാണ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എഴുതപ്പെട്ട ലിഖിത ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. രണ്ടാമത്തേതാണ് റിജിഡിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന കർക്കശ സ്വഭാവം പുലർത്തുന്നുണ്ട്. അതിൽ ഭരണഘടനാ മാറ്റങ്ങൾ അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. മൂന്നാമത്തേതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര അവകാശങ്ങൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഇവയെ യൂണിയൻ ലിസ്റ്റ് എന്നും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും കൺകറൻറ്റ് ലിസ്റ്റും എന്നും എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ലിസ്റ്റുകളും ഭരണം നടന്നു. എന്നിരുന്നാലും കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രാധാന്യവും മുൻതൂക്കവും ഉണ്ടായിരിക്കും. പിന്നെ സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഭരണഘടനാപരമായ മേധാവിത്വം ഒരു ഫെഡറൽ രാഷ്ട്രത്തിലുണ്ടായിരിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. അതുപോലെ സുപ്രീമസി ഓഫ് ദി ജുഡീഷ്യറിയുടെ ഒരു മേധാവിത്വം ഫെഡറൽ രാഷ്ട്രത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡുവൽ പോളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളുമുള്ള ഒരു സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സ് പ്രധാനമായും പറയുവാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം തന്നെ സ്ലൈഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.